നമ്മുടെ സലാലയിലെ അളിയതാണ് കേട്ടോ. അളിയന്റെ സലാലയിലെ ചങ്കുകളാണ് ഇരിക്കുന്നത്. ഇവരെല്ലാം കൂടെ കൂടിയായിരുന്നു നമ്മൾ ഇന്ന് ഈദ് ആഘോഷം. ഇത് നമ്മുടെ മിസ്റ്റർ ഹരി, ഇത് മുഹമ്മദ് ക, ഗഫൂർ ക, കഥാനായകൻ നമ്മുടെ നൗഷാദ്, നമ്മുടെ സൂപ്പർ ബിരിയാണി അല്ലേ? പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് മട്ടന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ലോക്കൽ മട്ടൺ വാങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ വെച്ച ആ ലോക്കൽ മട്ടൺ സൂപ്പർ, സ്മെല്ല് ഒട്ടുമില്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചു എന്തായിരുന്നു സ്മെല്ലില്ലാത്തതിന്റെ കാരണമെന്ന്. പക്ഷെ ഇതെല്ലാം നമുക്ക് പാചകം ചെയ്തിരുന്ന നമ്മുടെ കരുനാഗപ്പള്ളിക്കാരൻ നൗഷാദിക്ക പറഞ്ഞു തരും എങ്ങനെ നമുക്ക് സ്മെല്ലില്ലാതെ മട്ടൻ കറി വെക്കണം. നമ്മൾ മട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ മലയാളികൾ. മട്ടൻ കറി വെക്കുന്നതിന് മുന്നേ ആയിട്ട് 2-3 നാരങ്ങ നീര് മാത്രം പിഴിഞ്ഞ് 1 മണിക്കൂർ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ കറി വൃത്തിയാക്കി നമ്മൾ സാധാരണ മട്ടൻ വെക്കുന്ന രീതിയിൽ കറി വെച്ച് നോക്കും. മട്ടൻ്റെ ശകലം പോലും സ്മെല്ലും ഉണ്ടാവില്ല. ഏകദേശം 1 മണിക്കൂർ വെക്കണമെന്നാ? 1 മണിക്കൂർ മിനിമം 1 മണിക്കൂർ വെച്ചതിന് ശേഷം സാധാരണ നാരങ്ങ മാത്രം, വേറെ ഒന്നും ചെയ്യില്ല. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് അങ്ങനെയല്ലേ? ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് ആണെങ്കിൽ മീറ്റ് ആണെങ്കിലോ മെൽറ്റ് ആയതിനു ശേഷം നാരങ്ങ നീര് പിഴിഞ്ഞ് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴുകാതാണ്ട് നാരങ്ങ നീര് മാത്രം ഒഴിച്ച് 1 മണിക്കൂർ വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ കഴുകത്തേക്കാണ്. അന്നേരത്തേക്ക് സ്മെല്ലെല്ലാം പോകും അല്ലേ? കംപ്ലീറ്റ് പോകും. അത് തന്നെയായിരുന്നു ഇന്നത്തെ സീക്രട്ടും. ഞങ്ങൾക്ക് ഒട്ടും ഫീൽ ആയില്ല. ബിരിയാണിയായിരുന്നു. അപ്പോ ഗംഭീര ബിരിയാണി വെച്ചിരുന്ന നൗഷാദിക്കായും നമ്മുടെ സലാലയിലെ ചങ്ക് ബ്രോസ്